നമസ്കാരം. കർണാടകയില് സ്വകാര്യ മേഖലയിലൊക്കെ ഉദ്യോഗ ഒഴിവുകൾ മുഴുവൻ, അതായത് എല്ലാ വിഭാഗവും ഒഴിവുകളും കന്നഡക്കാർക്ക് സംവരണം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു സിദ്ധരാമയ്യ സർക്കാർ. അതിനെതിരെ വളരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധവും ഒക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ബില്ല്, ഈ ഒരു നയം അവർ മരവിപ്പിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. കാരണം കൃത്യമായി ആലോചിക്കാതെയൊക്കെയാണ് ഇത് തയ്യാറാക്കിയത്. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്ത ബില്ലാണിത്. ആസന്നമായ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനൊക്കെ ആയിരുന്നു ഇതിന്റെ തീരുമാനം. എന്നാൽ ബില്ലിന്റെ തനി രൂപം പുറത്തു വന്ന മണിക്കൂറുകൾ കൊണ്ടാണ് ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടായത്. ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാനക്കാരാണ് വിവിധ മേഖലകളില് കർണാടകയിലെ വിവിധ നഗരങ്ങളിലായിട്ടൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്തിരിപ്പം നിയമം പ്രാബല്യത്തിൽ വന്നാല് ഉണ്ടാകാവുന്ന കനത്ത ഒരു ആഘാതമുണ്ട്. അത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്നേഹത്തിന്റെ കട തുറക്കാനിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഇവർക്ക്, സിദ്ധരാമയ്യക്ക് ഇത് മനസ്സിലായില്ല. അത് മനസ്സിലാവാത്തതാണോ അതോ സിദ്ധരാമയ്യ ചില തുറുപ്പ് ചീട്ടുകളൊക്കെ ഇറക്കിയതാണോ എന്നുള്ളത് വഴിയെ നമുക്ക് പറയാം. എന്നാൽ ബില്ല് കൈയടിച്ച് പാസാക്കിയിട്ടുള്ള സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് അപകടം മനസ്സിലായില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സ്വകാര്യ വ്യവസായ മേഖല ഒന്നടങ്കം സർക്കാർ നീക്കത്തിനെതിരെ സംഘടിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് സത്യത്തിൽ അവർക്ക് ഇതിന്റെ ഒരു വരുംവരായികകളൊക്കെ മനസ്സിലാകുന്നത്. വിവാദ ബില്ല് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് ഇപ്പൊ തീരുമാനം ഉണ്ടായത്. ബില്ല് സമൂലം പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് നടപ്പാവില്ല. നടപ്പാക്കിയാലും ഒരുപാട് നാളങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബില്ലല്ല ഇതെന്നുള്ളത് കഞ്ഞിവെള്ളം കുടിക്കുന്നത്. ഇനി അവരെന്താണോ കഴിക്കുന്നത് അത് കഴിക്കുന്ന ആർക്കായാലും, സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പതിറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് രാജ്യത്ത് ആദ്യമായിട്ട് മണ്ണിന്റെ മക്കൾ വാദം ഉയർന്നത് മഹാരാഷ്ട്രയിലായിരുന്നു. എല്ലാ മേഖലകളിലെയും ഉദ്യോഗങ്ങൾക്ക് മറാഠികൾക്ക് മാത്രമായി നീക്കിവയ്ക്കണമെന്ന വാദമൊക്കെ ഉയർത്തി ശിവസേന രംഗത്ത് വന്നതോടെ മുംബൈയിൽ നിന്ന് അനവധി അന്യ സംസ്ഥാനക്കാർ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സങ്കുചിത പ്രാദേശിക വാദത്തിന് വെള്ളവും വളവും ഒക്കെ നൽകിയാണ് ശിവസേന വളർന്നത് എന്നത് മറ്റൊരു സത്യം. മണ്ണിന്റെ വക്കൽ വാദം കുറച്ചു കാലം അരങ്ങ് തകർത്തുവെങ്കിലും ക്രമേണ എല്ലാം പഴയ പടിയായി. പിന്നീട് ആന്ധ്രയിലും ഹരിയാനയിലും സ്വന്തം നാട്ടുകാർക്ക് ഉദ്യോഗ ഒഴിവുകളിലൊക്കെ മുഖ്യ പങ്കും മാറ്റിവെക്കാൻ ശ്രമം നടന്നെങ്കിലും കോടതി ഇടപെട്ടിട്ടാണ് ഇതൊക്കെ വിഫലമാക്കി കളഞ്ഞത്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതിനുശേഷവും ഒക്കെ ഭരണഘടനാ സംരക്ഷണം എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന മുദ്രാവാക്യമെന്ന് എല്ലാവർക്കും അറിയാം. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ കർണാടക ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ. ഭരണഘടനയ്ക്ക് നിരക്കാത്ത മണ്ണിന്റെ മക്കൾ നിയമവുമായിട്ട് കർണാടക സർക്കാർ മുന്നോട്ട് വന്നതിലെ അനർത്ഥവും അനൗചിത്യവും ഒക്കെ ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ മുൻപേ പറഞ്ഞ പോലെ, ഒരു സ്നേഹത്തിന്റെ കടയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യം ഒട്ടാകെ നടന്ന് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിഠായിസ് ആണ്. ഈ കടകൾ തുറക്കുമ്പോൾ നല്ല നല്ല മിഠായിസ് ഒക്കെ വെക്കണമല്ലോ, ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ. അതിങ്ങനെ വെച്ച് ആളുകളെയൊക്കെ അട്രാക്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇത്രയേറെ ഭൂരിപക്ഷമൊക്കെ ലഭിച്ചിരിക്കുന്ന സമയത്താണ് സിദ്ധരാമയ്യ ചില കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ദശലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരാണ് ബംഗളൂരു ഉൾപ്പെടെയുള്ള കർണാടകയുടെ നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്. 8000-ലേറെ കമ്പനികളിലാണ് ഇതെന്നുള്ളത് മറ്റൊരു വലിയ നഗ്ന സത്യമാണ്. IT ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലൊക്കെ മലയാളികൾ മാത്രമുണ്ട് 10 ലക്ഷം പേരെന്നാണ് കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലൊരു മണ്ണിന്റെ വക്കൽ വാദം നടപ്പാക്കുകയാണെങ്കിൽ ഈ 10 ലക്ഷം മലയാളികള് നേരെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മണ്ണിന്റെ മക്കൾക്കായി തൊഴിൽ സംവരണ നിയമമൊക്കെ നടപ്പായാൽ പുറത്തു നിന്നുള്ളവരുടെ ജോലി സാധ്യത ക്രമേണ കുറഞ്ഞു ഇല്ലാതെയാവുക തന്നെ ചെയ്യും. അധികാരം നിലനിർത്താൻ നീതിക്ക് നിരക്കാത്ത ഏത് വഴിയിലൂടെയും രാഷ്ട്രീയ കക്ഷികൾ നീങ്ങും എന്നുള്ളതിന്റെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണിത്. ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ
കക്ഷത്ത് ഭരണഘടനയുടെ കോപ്പിയുമായിട്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഈ നെറുകേടിനെ പറ്റി ഇങ്ങനെ കക്ഷത്തിൽ ഇതൊക്കെ വെച്ചിട്ട് ഭരണഘടന വെച്ചിട്ട് വന്ന് ഭരണഘടന ഉയർത്തി കാണിച്ചിട്ടൊക്കെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയതെന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കണ്ടതാണ്. ആരും പറഞ്ഞിട്ടല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഇവർക്കൊക്കെ ഇത്തരത്തിലൊരു റേസിസം ഉയർത്താനുള്ള കാരണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കർണാടകം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സങ്കുചിത നിയമം മറ്റു സംസ്ഥാനങ്ങളും അനുകരിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതാണ് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായപ്പോൾ തമിഴരെ എല്ലാവരെയും ആട്ടി ഓടിച്ചല്ലോ. അപ്പൊ തിരിച്ച് ഇവരെ എന്ത് ചെയ്തു? തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഒരാൾക്കും വരാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കിയാലുള്ള ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കാരണം കൂലിപ്പണിക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരുമില്ല. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളൊക്കെ ആയാലും എല്ലാവരും അങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടുത്തെ നല്ല ഭരണം കൊണ്ടേ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽഡ് ആവുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിപ്പോ വൃദ്ധരുടെ നാടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ മുറവിളി കൂട്ടുന്നത് മുഴുവൻ. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തില് മണ്ണിന്റെ വക്കൽ വാദം നടപ്പിലാക്കുകയാണെന്നൊന്ന് ഓർത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബംഗാളികളോ തമിഴന്മാരോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാള് ഇവിടെ ഉണ്ടാകുമോ? അപ്പൊ ഇങ്ങനെ എന്താ പറയാ മെയ്ക്കാട്ട് പണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കും? എന്തെങ്കിലും ഒരു ചെറിയ പണിക്ക് ഈ പറയുന്ന എല്ലാ പണിക്കും ബംഗാളികള് അല്ലെങ്കിൽ തമിഴരൊക്കെ തന്നെ ഇറങ്ങണം. അപ്പൊ ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അടിസ്ഥാന ജോലികളൊക്കെ ആര് ചെയ്യും? ഇനിയൊന്നും വേണ്ട, പൊറോട്ട അടിക്കാൻ ആര് നിൽക്കും? പൊറോട്ട ദേശീയ ഭക്ഷണമാണല്ലോ. അപ്പൊ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് ആര് നിൽക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും വ്യവസായങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെയും ഇത്തരം നീക്കങ്ങളൊക്കെ വിഘാതമാകുമെന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അധികാരം നിലനിർത്താൻ മാത്രമുള്ള ചില കുരുട്ട് ബുദ്ധികളായി മാത്രമേ ഇതിനെയൊക്കെ കാണാൻ പറ്റൂ. രാജ്യത്തെ ഒന്നായി കാണണമെന്ന് വാദിക്കുന്ന കോൺഗ്രസ് തലപ്പത്തുള്ളവർ വേണം സിദ്ധരാമയ്യയെ പോലുള്ള പിന്തിരിപ്പൻ ഭരണാധികാരികളെ തിരുത്താനെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചത് വേറൊരു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ DK ശിവകുമാറുമായിട്ടുള്ള യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നതോടുകൂടി തന്നെ ഞാനാണ് ആദ്യം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്ക്. അവസാനം സഹി കേട്ടിട്ട് ഹൈക്കമാൻഡ് ഇടപെട്ടാണ് പറഞ്ഞത് 2.5 കൊല്ലം സിദ്ധരാമയ്യ ഭരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് 2.5 കൊല്ലം DK ഭരിക്കട്ടെ. എന്തായാലും DK ഭരിക്കുന്നതിനോട് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് അറിവ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സിദ്ധരാമയ്യ ഭരണം തുടങ്ങിയതിന് ശേഷം നാട്ടിലുണ്ടായുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഭരണപരാജയം, സാമ്പത്തിക പ്രതിസന്ധി, അതായത് കേരളത്തിലെ പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ EDയുടെ കേസ്, EDയുടെ അന്വേഷണം, ചേരിതിരിവ് ഒക്കെ അവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് സിദ്ധരാമയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കണ്ണിൽ പൊടിയിടണം. എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റേസിസം പോലുള്ള ചേരിതിരിവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചേരിതിരിവല്ല റേസിസം പോലുള്ള കാര്യങ്ങൾ, അതായത് മണ്ണിന്റെ വക്കൽവാദം പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കണം. അപ്പോൾ നാട്ടുകാർക്ക് ഇതിൽ വലിയ കമ്പമാണ്, വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മാത്രം പണിയെടുക്കുന്നു, ഞങ്ങൾ മാത്രം ഭക്ഷിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, അങ്ങനെയുള്ള രീതിയിലേക്കാണ് അവരുടെ ചിന്തയെ പോലും കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ താല്പര്യമായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു കമ്പനി നടത്തണമെങ്കിൽ ആ കമ്പനിയിലെ ആളുൾപ്പെടെ ഒരു പുറമേ നിന്നൊരു കമ്പനി വരികയാണ് കർണാടകത്തിൽ. അപ്പൊ അവിടെ വരുന്ന ആളുകൾക്ക് ഇയാൾ 10ാം ക്ലാസ് പാസ്സായത് കർണാടക ഭാഷ അറിഞ്ഞുകൊണ്ടാണോ, ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കീറിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കിറ്റക് സാബുവൊക്കെ പുറത്തു പോയിട്ടാണ്, ഇവിടെ ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ശല്യം കാരണം പുറത്തു പോയിട്ടാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ കമ്പനി ഒന്നും അവിടെ നടത്താൻ പറ്റില്ല, നിങ്ങൾ ഇന്ന ഭാഷ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുമെങ്കിൽ പോലും എല്ലാവരും അവിടുത്തുകാരായിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വലിയ വലിയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുന്നതും അതിലൂടെ നമുക്കുണ്ടാകുന്ന സാമ്പത്തികമായ നേട്ടങ്ങളും ഒക്കെ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പ്രാദേശിക
പ്രാദേശികമായിട്ടൊക്കെ വാദങ്ങൾ ഉയർത്തിയിട്ട് നാട്ടുകാരെ സന്തോഷിപ്പിച്ച ഇത്തരം അവരുടെ കെടുകാര്യസ്ഥതയൊക്കെ മറയ്ക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ഒരു നാടിന് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കണം അല്ലെ. പക്ഷേ പറഞ്ഞല്ലോ, ഈ സിദ്ധരാമയ്യക്ക് 2.5 വർഷം, DK ശിവകുമാറിന് 2.5 വർഷമാണ്. അപ്പോൾ DKക്ക് ആണെങ്കിൽ തീരെ കാത്തിരിക്കാനൊന്നും വയ്യ. ഇങ്ങനെ 2.5 വർഷമാകുന്നത് വരെ കാത്തിരിക്കാൻ വയ്യ. സിദ്ധരാമയ്യയുടെ ഭരണം 1 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി, ഭരണപരാജയം ഉൾപ്പെടെയുള്ളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിദ്ധരാമയ്യ. അതിനിടയിൽ DK ശിവകുമാർ ചില കുരുട്ട് ബുദ്ധിയും കൂടി പ്രയോഗിച്ചു. കാരണം അതായത് ഒക്കലിംഗ, അതായത് ഇവിടത്തെ പോലെ തന്നെ ഈ സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതേ രീതിയിൽ അവിടുത്തെ സമുദായ നേതാക്കളെ കൊണ്ട് ചില പ്രസ്താവനകളൊക്കെ DK ശിവകുമാർ ഇറക്കിച്ചിട്ടുണ്ട്. അതായത് ഒക്കലിംഗ സമുദായം വളരെ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് DK ശിവകുമാർ മുഖ്യമന്ത്രി ആയാൽ മാത്രമേ അവർക്കൊരു ഉന്നതി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് സിദ്ധരാമയ്യ നേരത്തെ തന്നെ ഇറങ്ങിപ്പോകണം, DKയെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി. പക്ഷെ സിദ്ധരാമയ്യക്ക് കൃത്യമായിട്ടറിയാം, സിദ്ധരാമയ്യ ഇതിനെ വെട്ടാൻ പ്ലാനുള്ള ചില കുരുട്ട് ബുദ്ധികളാണല്ലോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധരാമയ്യക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കി സിദ്ധരാമയ്യ അത് മൈൻഡേ ചെയ്തില്ല. അപ്പോഴൊക്കെയാണ് DK ശിവകുമാർ പറയുന്നത്, തനിക്കെതിരെ കേരളത്തിൽ, വടക്കൻ കേരളത്തില് ഒരു ക്ഷേത്രത്തിൽ ബ്ലാക്ക് മാജിക് ഒക്കെ നടന്നു എന്നുള്ള പ്രസ്താവനയൊക്കെ ഇറക്കുന്നത്. അത് ആരാണ് നടത്തിയതെന്നൊക്കെ തനിക്കറിയാം, അത് താൻ പുറത്തു പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതൊക്കെ സിദ്ധരാമയ്യ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. അതൊക്കെ നമ്മൾ കണ്ട് ചിരിച്ചതാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചതാണ്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണല്ലേ ചിരിക്കാതിരിക്കാൻ പറ്റുന്നത്? എന്നാലും ചിരിച്ചതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള റേസിസം ഒക്കെ സിദ്ധരാമയ്യ കൊണ്ടുവന്ന് വെക്കുന്നത് കോൺഗ്രസ് പോലുള്ള ഒരു ഇതിന്റെ ഭാഗമായി ഇരുന്നിട്ടാണ്, കോൺഗ്രസ് പോലുള്ള ഒരു വലിയ പാർട്ടിയുടെ ഭാഗമായി ഇരുന്നിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. കോൺഗ്രസിന് ഇത് സത്യത്തിൽ ഒരു വലിയ നാണക്കേടാണ്. അതുകൊണ്ട് നേതാക്കൾ എല്ലാവരും തന്നെ ഇടപെട്ടിട്ടും കൂടിയാണ് ഈ ഒരു സംഭവം മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ നേതാക്കൾ എല്ലാവരും തന്നെ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ബില്ല് തന്നെ മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മരവിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, അത് കഴിഞ്ഞ് ഇനി നടത്താം എന്നുള്ള ശ്രമം ഉണ്ടെങ്കിലും പക്ഷെ അത് നടക്കാനുള്ള യാതൊരു സാധ്യതയും അവിടെ കാണുന്നില്ല. കാരണം അവരുടെ സാമ്പത്തികമായ ഉന്നതിയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ പ്രധാനമായിട്ടും ബാധിക്കുകയും ചെയ്യും. കാരണം എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും ഇങ്ങനെ പ്രാദേശികവാദമൊക്കെ ഉയർത്തി വെക്കുന്നത്? സ്നേഹത്തിന്റെ കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കും. അതുകൊണ്ട് ഈ ഒരു മണ്ണിന്റെ വക്കൽവാദം മരവിപ്പിച്ചെങ്കിലും ഇനി നടപ്പാക്കാനുള്ള ഒരു സാധ്യതയൊന്നും അവിടെ കാണുന്നില്ല. അത് സിദ്ധരാമയ്യ അതൊക്കെ ഓർത്താൽ നല്ലത്. ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെ നോക്കി ചിരിക്കാനുള്ള ഒരു വഴിയൊരുക്കുകയാണ്. സത്യത്തിൽ സിദ്ധരാമയ്യക്ക് ശരിക്കും പൊള്ളിയിട്ടുണ്ട്. കാരണം ഇത് ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി, ചൂടെണ്ണയിലൊക്കെ കൊണ്ടുപോയി കൈവച്ച ഒരു അവസ്ഥയാണ്. അത്രയേറെ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾക്ക്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വളരെ അനിഷ്ടമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തീയിൽ പോയി ഇരുന്ന് ചന്തി പൊള്ളിയ ഒരു അവസ്ഥ സിദ്ധരാമയ്യക്കുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊരു നടപ്പാക്കാനുള്ള മുതിർന്നിട്ട് ഇറങ്ങില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.